ഉച്ചയ്ക്ക് ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മധുരം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചെറിയ മധുരം തട്ടിക്കൂട്ടാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് കരിക്കിൻ്റെ വെള്ളം കൂട്ടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ട് ഇതുപോലെ അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതാ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചു കൊടുത്ത് അതിലേക്ക് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ ഷുഗറും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഫ്ലേവറിന് വേണ്ടി 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് ഇതാ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ടെൻഡർ കോക്കനട്ട് അരച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ ക്യൂബുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കസ്കസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് തന്നെ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടോ. ഇതൊരു ഷേക്കോ അല്ലെങ്കിൽ പുഡിങ്ങോ അല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചും കൂടി കഴിക്കുകയാണെങ്കിൽ പറയും വേണ്ട, അടിപൊളിയാണ്.